ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള ഭാഗങ്ങളിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഈ ലോകത്തോട് ചേർന്ന് നിന്നാൽ നന്മ ഉണ്ടാകത്തില്ല. ഈ ലോകത്തിലെ നന്മ ഉണ്ടാകും, ദൈവം ആഗ്രഹിക്കുന്ന നന്മ ഉണ്ടാകത്തില്ല. അടുത്ത്, പ്രസാദം ഉണ്ടാകത്തില്ല. എന്തോ പ്രസാദം? ദൈവപ്രസാദം ഉണ്ടാകത്തില്ല. മൂന്നാമത് പറയുന്നു, പൂർണ്ണത ഉണ്ടാകത്തില്ല. എന്നാൽ ഈ ലോകത്തോട് അനുരൂപരാകാതെ നിന്നാൽ നന്മയും പ്രസാദവും പൂർണ്ണതയും നമുക്കുണ്ടാകും. മാത്രമല്ല, ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതെന്താണെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് തലമുറകളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, നമ്മളൊരു സിസ്റ്റത്തിനകത്തുകൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൈവവചനം വായിച്ച് അത് ഗ്രഹിച്ചിട്ട് ഇതുപോലെ, അതായത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, അപ്പം ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ വീട്ടിനകത്തൊക്കെ എല്ലായ്പ്പോഴും ദൈവവചനം ഷെയർ ചെയ്തു, കർത്താവിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ സംഭവിക്കുന്നത് എന്തുവാണ്? ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ കാണാൻ പറ്റും. ഒരു പണി അവിടെ നടക്കും. മനസ്സൊന്ന് പുതുക്കപ്പെടാനിടയാകും. അങ്ങനെയാണ് പ്രിയരെ രൂപാന്തരം ഉണ്ടാകുന്നത്. ആ രൂപാന്തരത്തിലാണ് ഈ ലോകത്തിലുള്ള സിസ്റ്റത്തെ ഉടച്ചു കളഞ്ഞിട്ട് ദൈവത്തോട് പറ്റി നിന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ ആഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ഇവിടെ വചനം പറയുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം ഉണ്ടാകാൻ, ദൈവഹിതം എന്തെന്നൊന്ന് തിരിച്ചറിയാൻ നമുക്കറിയാം പ്രിയരെ. പഴയ നിയമത്തിനകത്ത് യോസഫ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പോത്തിഫറിൻ്റെ വീട്ടിനകത്ത് തൻ്റെ ഭാര്യ തന്നോട് അതിക്രമിച്ച് കയറാൻ നിൽക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അവിടെ യോസഫ് പറയുന്ന യഥാർത്ഥമായിട്ടുള്ള കാര്യം, എൻ്റെ മേൽ ഒരു ദൈവഹിതം കിടപ്പുണ്ട്. പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അത് അറിയത്തില്ല, പക്ഷേ എനിക്കതറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ വസ്ത്രം വിട്ട് ഓടിക്കളയുന്ന ഒരു ഭാഗം കാണാൻ പറ്റും. ജീവിതത്തിനകത്ത് പ്രിയരെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ റെഡിയാണെങ്കിൽ, ദൈവഹിതം തിരിച്ചറിയാൻ റെഡിയാണെങ്കിൽ, അന്ത്യം വരെ സൂക്ഷിക്കുന്ന ഒരു നല്ല അപ്പനുണ്ടെന്നറിഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.